മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യേശു കർത്താവ് ഗലീല കടൽപ്പുറത്ത് കൂടി നടക്കുന്നു. ആ സമയത്ത് പത്രോസും അന്ത്രയോസും കടലിലേക്ക് വല വീശുന്നു. അപ്പോൾ യേശു കർത്താവ് അവരോട് പറയുന്നു, എന്നെ അനുഗമിക്കാൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന്. നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുവാനുള്ളത് യേശു കർത്താവിനെ അനുഗമിച്ച് യേശു കർത്താവ് കാണിച്ചു തരുന്ന മാതൃക പ്രകാരമാണ് നിങ്ങൾ ദൈവവേല ചെയ്യുവാനുള്ളത്. ഇതിൻ്റെ 2 ട്രാൻസ്ലേഷൻസ് ഞാൻ ഇങ്ങനെ കണ്ടു. ഒന്ന്, യേശു കർത്താവ് ഇങ്ങനെ പറയുന്നതായിട്ടാണ്, എന്നെ അനുഗമിപ്പാൻ മനുഷ്യരെ എങ്ങനെ പിടിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന്. രണ്ടാമത്തെ ട്രാൻസ്ലേഷൻ ഇങ്ങനെ, എന്നെ അനുഗമിക്കാൻ മനുഷ്യരെ പിടിക്കുവാൻ ഞാൻ നിങ്ങളെ അയക്കും എന്നും. ആദ്യത്തെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന്. പുറപ്പാട് പുസ്തകം 25:40 ഇങ്ങനെ പറയുന്നു, പർവ്വതത്തിൽ വച്ച് ഞാൻ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ നോക്കിക്കൊള്ളുക എന്ന്. ഈ പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായത്തിലേക്ക് ഉള്ളത് ദൈവത്തിൻ്റെ പെട്ടകം പണിയുന്ന കാര്യമാണ്. ഈ 40-ാം വാക്യത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ പെട്ടകം പണിയുന്ന സമയത്ത് മോശയ്ക്ക് തോന്നിയതുപോലെയല്ല, ദൈവം മോശയെ കാണിച്ച മാതൃക പ്രകാരം പെട്ടകം പണിയണം എന്ന് ദൈവം മോശയോട് പറയുന്നത് ആണ്. ദൈവത്തിൻ്റെ അളവിൽ നാം പണിഞ്ഞാൽ മാത്രമേ ആ പണി നിലനിൽക്കുകയുള്ളൂ. നമുക്ക് തോന്നുന്നത് പോലെയാണ് നാം പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ പണി നിലനിൽക്കില്ല. അതുകൊണ്ട് നാം യേശു കർത്താവിനെ അനുഗമിച്ച് യേശു കർത്താവിൽ നിന്ന് കിട്ടുന്നതാണ് നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ളത്. അടുത്ത് ഞാൻ നിങ്ങളെ അയക്കാം എന്നുള്ളത്. ഇപ്പോൾ യേശു കർത്താവ് നമ്മളെ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്താണ് എന്നുള്ളത് 1 തെസ്സലോനിക്കർ 2:4 പറയുന്നുണ്ട്. പൗലോസിനെ യേശു കർത്താവ് സുവിശേഷം ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു, ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ. അതെ, നാം യേശു കർത്താവിനെ അനുഗമിച്ച് നമ്മുടെ ജീവിതം കൊള്ളാകുന്നതായി തെളിഞ്ഞാൽ മാത്രമേ നമ്മൾ സുവിശേഷം ഫലമേൽപ്പിക്കുകയുള്ളൂ. എന്നാലേ നമുക്ക് ദൈവത്തിൻ്റെ അളവിൽ നമുക്ക് ദൈവവേല ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞോട്ടെ. അപ്പോസ്തല പ്രവർത്തികൾ 19:15 ഇങ്ങനെ കാണുവാൻ സാധിക്കും, സ്കേവ എന്ന പുരോഹിതൻ്റെ മക്കൾ ഒരു ദുരാത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുവാൻ നോക്കുന്നു. പക്ഷേ യേശു കർത്താവ് ഇവരെ അയച്ചിട്ടുമില്ല, ഇവർ യേശു കർത്താവിനെ അനുഗമിക്കുന്നതുമല്ല. അതുകൊണ്ട് ദുരാത്മാവ് ഇവർക്ക് കീഴടങ്ങിയുമില്ല, ഇവരെ ഉപദ്രവിക്കുകയും ചെയ്തു. യേശുവിനെയും പൗലോസിനെയും ഞങ്ങൾക്കറിയാം, നീ ആര് എന്ന് ദുരാത്മാവ് ചോദിക്കുന്നു. അതുകൊണ്ട് നാം യേശു കർത്താവിനാൽ അയക്കപ്പെട്ടവരും യേശു കർത്താവ് കാണിച്ചു തരുന്ന രീതിയിലും ദൈവവേല ചെയ്യണം. ആമേൻ.